ഇതുപോലെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ഇപ്പോഴും ഈ അവസ്ഥയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷിയെ സങ്കടപ്പെടുത്തുന്ന ഒരു വലിയൊരു കാര്യമാണിത്. കാരണം കേരക്കിടക്കാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചു പൊക്കോളും. ഈ ഒരു അവസ്ഥയൊന്ന് ഇവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റണം. പ്രിയപ്പെട്ടവരെ, 2 മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ താഴെ കാണുന്ന വീടിന്റെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടത്. ഈ വീട്ടിൽ 5 പെൺകുട്ടികളും ഒരമ്മയും ഒരമ്മുമ്മയും അങ്ങനെ 7 സ്ത്രീകൾ താമസിക്കുന്ന ഒരു വീടാണിത്. ഭയങ്കര ദയനീയ അവസ്ഥയാണ്. അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന്, ഈ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലെ സാറന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്നെ വിളിച്ചതും ഇവിടെ വന്നത്. വീഡിയോ ഇട്ട സമയത്ത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ചേച്ചി ഒരു 4 ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ വീട് ഏതാണ്ട് ഈ കാണുന്ന പരുവത്തിൽ വരെ നമ്മൾ നിലവിലെത്തിച്ചു. ഈ ചേച്ചിയായിരുന്നു ഇവർക്ക് വീട് വെച്ചു കൊടുക്കാൻ നേരത്ത് പഞ്ചായത്ത് മെമ്പർ ഈ പഞ്ചായത്തിൽ നിന്ന് ലോണൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് സെറ്റ് കൊടുത്ത ചേച്ചിയാണ്. കാരണം ഇവരുടെ പേപ്പർ വർക്കുകളെല്ലാം കറക്റ്റ് അല്ലായിരുന്നു. ഇവരുടെ വസ്തുവൊക്കെ വേറെ പേരിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഷിജിമോളും 4 മക്കളും അവർക്ക് വീടില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഒരു ചെറ്റമാടത്തിലാണ് താഴെ കാണുന്ന ഒരു ചെറിയ വീട്ടിലായിരുന്നു അവർ താമസിച്ചുകൊണ്ട്. അപ്പോൾ അവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി നല്ല ശ്രമം നടത്തി. അപ്പൊ സ്വന്തം പേരിൽ പെരേട ഇല്ലായിരുന്നു. അമ്മയുടെ പേരിൽ നിന്ന് 10 സെന്റ് എഴുതി കൊടുത്ത് അതിനുശേഷമാണ് പഞ്ചായത്തിൽ നിന്ന് ഉടനെ വീട് ശരിയാക്കി കൊടുത്തെങ്കിലും ആ പൈസ 4 ലക്ഷമാണ് ഉള്ളത്. ആ പൈസ കൊണ്ട് വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. വീട് പണി ഇത്രേ എത്തിയുള്ളൂ. ഈ വീട്ടിൽ നമുക്ക് ഇനി അത്യാവശ്യം എന്ന് പറയുന്നത് ബാത്റൂമിന്റെ പണി അത്യാവശ്യമാണ്. ഒരു ബാത്റൂമേ ഉള്ളൂ, പക്ഷെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അടുക്കളയിൽ തേപ്പ് ചെറുതായിട്ട് തുടങ്ങി, പക്ഷെ സാധനങ്ങളുടെ അവൈലബിലിറ്റി കുറവുണ്ട്. പിന്നെ ലേബർ കൊടുക്കാനുള്ള സാമ്പത്തികവും നമ്മളില്ല, അതാണ് സത്യം. അതുപോലെ തന്നെ തറയിടാണ്ട് 2 ബെഡ്റൂം തേക്കാനുണ്ട്. എല്ലാം കൂടെ പറഞ്ഞത് 2.5 ലക്ഷം രൂപയാവുന്നതാണ്. പ്ലംബിങ്, വയറിങ്, പിന്നെ കതവിടണം, ജനലിടണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചർ വർക്ക് ഏതാണ്ട് കുറച്ചായിരുന്നേ ഉള്ളൂ. ഇനിയും ആൾക്കാരുടെ സഹായം കൊണ്ടേ ഇത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. വാഹനം വരാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇവിടെ സാധനങ്ങൾ എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ലേബർ ചാർജ് ഒരുപാടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പണി പൂർത്തിയാക്കാൻ പറ്റാത്തത്. അന്ന് ഈ കിട്ടിയ പൈസ കൊണ്ടാണ് ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്തത്. ആദ്യം ഒരു വീഡിയോ ഇട്ട സമയത്ത് ഇവരുടെ അക്കൗണ്ടിൽ എത്ര രൂപ? 80,000 രൂപ. അതില് 70,000 കൊടുത്തു. 10 രൂപ നമ്മളെടുത്തു. വേറെ ഒരു പൈസയും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് എങ്ങനെയായിരുന്നു ഈ വീട്, അതിനേക്കാൾ ദയനീയമാണ് ഈ വീടിന്റെ അവസ്ഥ. എപ്പോൾ വേണോ ഇടിഞ്ഞു വീഴും. ഇതിനകത്ത് ആള് താമസം ഉണ്ട്. ആ പിള്ളേരെയും ചേച്ചിയൊക്കെ ഒരു ചേച്ചി അവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്ത് അവർ കൃത്യമായിട്ട് വാടക കൊടുത്താണ് ഇപ്പൊ താമസിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വീടൊന്ന് പണി തീർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇവിടെ താമസിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ദയവേത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ അതിലൊന്ന് അവരെ സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും.